കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഇടതുപക്ഷ മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള SK സ്മൃതി കേന്ദ്രത്തിന് സമീപം ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെപ്പുകൾ തകർത്ത കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കാരശ്ശേരി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള SK സ്മൃതി കേന്ദ്രത്തിന് സമീപം ചെറുപുഴയുടെ തീരത്തുള്ള മുളകൾ JCB ഉപയോഗിച്ച് പുഴയിലേക്ക് തള്ളിയിടുകയും തീരം ഇടിയുകയും ചെയ്തിരുന്നു. പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെപ്പുകൾ തകർക്കുകയും ചെയ്തു. സംഭവത്തിൽ കരാറുകാരനും കാരശ്ശേരി സ്വദേശിയുമായ വിനോദ് പുത്രശ്ശേരി എന്ന ആൾക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കാരശ്ശേരി പഞ്ചായത്തിലെ LDF മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് സമരം ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് LDF മെമ്പർമാർ പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുത്തിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇടതുപക്ഷ മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പഞ്ചായത്ത് അംഗം KP ഷാജി സമരം ഉദ്ഘാടനം ചെയ്തു. UDF ഭരിക്കുന്ന പഞ്ചായത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരം ഉൾപ്പെടെ നടത്തുമെന്ന് KP ഷാജി പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ ആളുകൾ ഇടതുപക്ഷ മെമ്പർമാർ കൊടുത്തിരിക്കുന്ന പരാതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇടതുപക്ഷ മുന്നണി ആവശ്യപ്പെടുന്നത് ഈ രൂപത്തിൽ പഞ്ചായത്തിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ക്രിമിനൽ കുറ്റം സ്വീകരിക്കണം, നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുള്ള നഷ്ടം അവരിൽ നിന്ന് ഈടാക്കാനുള്ള സമീപനം ബന്ധപ്പെട്ട പഞ്ചായത്തിന് അധികാരികൾ സ്വീകരിക്കണം. LDF മെമ്പർമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്നും നഷ്ടം ഈടാക്കാൻ നോട്ടീസ് അയക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ LDF പഞ്ചായത്ത് ഭരിച്ചപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ നവീകരണ പ്രവർത്തനം നടത്തിയത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.